ഹലോ. ഇന്ന് നമ്മൾ പന്നിശ്ശേരിയുള്ള എൻ്റെ വീടിനടുത്തുള്ള കുറച്ച് ചുറ്റുവട്ടം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ അമ്പലം. ശ്രീ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രമാണിത്. ഇവിടെ തൊട്ടടുത്താണ് എൻ്റെ വീടൊക്കെ നിങ്ങളന്ന് കണ്ടു ഇഷ്ടപ്പെട്ടില്ലേ? ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ മുൻഭാഗത്ത് വലിയൊരു പാടമാണ്. ബാക്കിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. എന്നാലും വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അധികം ആൾക്കാരോ വണ്ടികളുടെ ശല്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ മുഷിപ്പ് തോന്നിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടുത്തെ പാർക്കിലേക്കൊന്നും കൊണ്ടുപോകണ്ടല്ലോ, കുറേ നാളായി പാടത്തേക്കൊക്കെ വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ മഴയില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു, അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. നല്ല വിശാലമായിട്ടുള്ള സ്ഥലം, എന്നാൽ പാടത്തൊന്നും ചളിയൊന്നും ആയിട്ടില്ല, മഴയൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് കൂടെയൊക്കെ നന്നായി ഓടി കളിക്കാനൊക്കെ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ മുന്നിൽ കാണുന്ന കണ്ടം ആണിത്. ഇതിലാണ് പൂരസമയത്തൊക്കെ ആനകളെ അണിനിരത്തുക. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലം. ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. നരസിംഹമൂർത്തിയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും ഉണ്ട്. 2 നടയാണ് കേട്ടോ ഈ അമ്പലത്തിന്. ഇതിൽ ശ്രീകൃഷ്ണൻ്റെ നടയിൽ വെച്ചിട്ടായിരുന്നു താലികെട്ട് ഉണ്ടായിരുന്നത്. അമ്പലമൊക്കെ അടച്ച സമയമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ, അതുകൊണ്ട് തൊഴാനൊന്നും പറ്റില്ല. പുറത്തൊക്കെ ചുറ്റി നടന്ന് കണ്ടു. പിന്നെ കുളത്തിൽ കുറച്ച് നേരം അവർ കാലൊക്കെ കഴുകി. നിറയെ മീനുകളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയാക്കിയിട്ടുള്ള കുളമൊക്കെയാണ്. എൻ്റെ കുറേ ഓർമ്മകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. കുട്ടിക്കാലത്ത് ഓണക്കാലമൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള കുട്ടികളൊക്കെ കൂടി വന്നിട്ട് ഈ കണ്ടത്തിലൊക്കെ നിറച്ച് ചാമയുണ്ടാവും. ചാമ പൊട്ടിക്കും. അതുപോലെ തുമ്പപ്പൂ പൊട്ടിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ നിറച്ച് ഇതിപ്പോൾ ചേമ്പിൻ്റെ ഇലയൊക്കെ എടുത്ത് പൊട്ടിച്ച് അതിൽ തുമ്പപ്പൂവൊക്കെ ഇട്ട് ഇഷ്ടംപോലെ പൂക്കളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോവുക. അവിടെ പാടൊക്കെ കണ്ടപ്പോൾ അവൾ പഠിച്ചൊരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതൊക്കെ നിന്നിട്ട് പാടി. സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിതയാണിത്. ഞങ്ങൾ അവിടെ നിന്ന് പോവാം. കുട്ടികൾക്ക് കണ്ടത്തിലധികം ചളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ ചാടി കളിക്കാനും ഓടി നടക്കാനൊക്കെ പറ്റും. നല്ല പുല്ലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവരതിലൊക്കെ നടന്ന് നന്നായി എൻജോയ് ചെയ്തു. അവർക്കിത് വല്ലപ്പോഴല്ലേ കാണുന്നുള്ളൂ. ഇങ്ങനെയൊന്നും നമുക്കൊരു സമയം കിട്ടിയിട്ട് അവരെന്നെ എപ്പോഴൊന്നും പാടത്തേക്ക് കൊണ്ടുപോകാനോ അത് കാണിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുക, അതൊക്കെ ഒരു നല്ല സന്തോഷമുള്ള കാര്യമായിരുന്നു അവർക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അധികം തിരക്കൊന്നുമില്ല, ആൾക്കാരൊന്നും അങ്ങനെ ഇല്ല ഇവിടെ. നമുക്ക് സന്തോഷമായിട്ട് കുറച്ച് നേരം വൈകിട്ടായാലും പിന്നെ വെയിലില്ലാത്ത സമയത്തൊക്കെ വേണമെങ്കിൽ വന്നിരിക്കാം. തോടൊക്കെ ഉണ്ട്, പക്ഷെ തോട്ടിലൊന്നും വെള്ളം നിറഞ്ഞിട്ടില്ല. ഞാൻ അതൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത് അവരെ കൊണ്ട്. പക്ഷേ തോട്ടിലൊന്നും വെള്ളമായിട്ടില്ല, നിറച്ച് പുല്ലായിട്ട് കിടക്കുമായിരുന്നു. ഈ പൂക്കളൊക്കെ, കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ നല്ല ക്ഷമയോടെ ഇരുന്നിട്ട് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഓണത്തിന്. ഇതിൽ കൂടെ നടക്കുമ്പോഴും ഇങ്ങനെ ഓരോ കുഞ്ഞ് പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കുക, അതുപോലെ കണ്ടത്തിലിറങ്ങിയിട്ട് ചാടുക, പിന്നെ തോട്ടിലിറങ്ങി ചാടുക, ഇതൊക്കെ ഒരു പാർക്കിൽ പോയാൽ കിട്ടുന്ന റൈഡിനേക്കാളും സന്തോഷത്തിലാണ് കേട്ടോ അവർ എൻജോയ് ചെയ്തത്. അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഞങ്ങൾ ഇറങ്ങുന്ന നേരത്ത് അധികം മഴക്കാറോ അതുപോലെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഓടെയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടന്നു തുടങ്ങിയപ്പോൾ ഏതാണ്ട് മഴക്കാറൊക്കെ വന്ന് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് അവരുടെ അടുത്തൊരു വിനോദമായിരുന്നു. തൊട്ടാവേടിച്ചെടീനെ തൊട്ട് അതിനൊക്കെ കൂമ്പടപ്പിക്കുക. അതിൻ്റെ മുകളിലുണ്ടാവുന്ന അരി അല്ലെങ്കിൽ കായ കഴിക്കാനൊക്കെ പറ്റും. ആദ്യമൊക്കെ കഴിച്ചിട്ടുണ്ട്.
ജസ്റ്റ് കളക്ട് ചെയ്ത് ഞങ്ങളൊക്കെ ഓരോന്നൊക്കെ കഴിച്ചു നോക്കി. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ പണ്ടത്തെ ആൾക്കാരെ പോലെ ഒന്നും അല്ലാത്തതുകൊണ്ട് എന്താ സംഭവം എന്നൊന്നും അറിയില്ല. എന്നാലും ഓരോന്നൊക്കെ ഞങ്ങൾ കഴിച്ചു നോക്കി. ഞങ്ങൾ തിരിച്ച് നടക്കാറായപ്പോഴേക്കും മഴക്കാറൊക്കെ നല്ലോണം മൂടി. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട കൈ പിടിച്ചുകൊണ്ട് വേഗം കുട്ടികളെയൊക്കെ കുടയിലേക്ക് ചേർത്ത് നിർത്തി. കുടയിൽ നിന്നിട്ട് ചെറിയ മഴയുള്ളൂ കേട്ടോ. മഴ പൊടിയണത് കണ്ട് പാടൊക്കെ മുഴുവൻ ആസ്വദിച്ചിട്ടാണ് അവർ നടന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് കൂടി നടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ചൂണ്ടൽക്ക് കണക്ട് ചെയ്യുന്ന റോഡുണ്ട്. പന്നിശ്ശേരിയിൽ നിന്ന് ചൂണ്ടൽക്ക് കണക്ട് ചെയ്യുന്ന റോഡൊക്കെ ഉണ്ട്. അതുകൂടെയൊക്കെ വല്ലപ്പോഴും വണ്ടികളൊക്കെ പോവും. അതൊഴിച്ച് കഴിഞ്ഞാൽ വളരെ കാമാണ് ഈ സ്ഥലം. കിളികൾ അവിടെ നിന്ന് എന്തൊക്കെയോ താഴെ നിന്ന് പറക്കി തിന്നാനായിട്ട് വരാനുണ്ട്. വളരെ പൊടി 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 കിളികളാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിൽ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി. ആ ബാക്കിൽ കാണുന്ന തെങ്ങിൻ തോപ്പിൽ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് കാണാം. പൂരമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. നിറയെ ആനകളൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാരൊക്കെ അധികം ഉണ്ടാവില്ല, കുറവായിരിക്കും. അപ്പം നമുക്ക് നന്നായി പൂരം എൻജോയ് ചെയ്യാം. എല്ലാ പരിപാടി പൂരത്തിൻ്റെ ഓരോ ചടങ്ങും നമുക്ക് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അസലായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ട പൂരങ്ങളിലൊന്നാണ് ഇവിടുത്തെ പൂരം. ഇത് ഈ അമ്പലത്തിൻ്റെ ഇടത്തെ ഭാഗത്ത് കാണുന്ന പാടത്തിൻ്റെ ഭാഗമാണ്. നല്ല ഭംഗിയായിട്ട് മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ആ പറമ്പിലുള്ളത്. ഞാൻ വന്നിട്ട് കുറച്ച് നാളായി. ഇവിടുന്ന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയാൽ നമ്മൾ ഇടയ്ക്കൊക്കെ അല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ പാടത്തേക്കൊക്കെ വരവ് കുറവാണ്. അപ്പോൾ ഈ ഭാഗം കണ്ടിട്ട് കുറേ നാളായി. അപ്പം അങ്ങോട്ട് ഞങ്ങൾ കുറേ നടന്നു തിരിച്ച് നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് എഴുതുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.